ഏത് ഡിപ്പാർട്ട്മെന്റ്? കോളേജ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്, പട്ടികജാതി വികസനം. അപ്പം അവരെ ഒരു പ്രീ സ്കൂൾ ഉണ്ട്. കേരളത്തിൽ വളരെ കുറവാണ് ആ സ്കൂളുകൾ. കാരണം പണ്ട് ഇവരെ അമ്മമാർക്ക് ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട്, കുട്ടികളെ നോക്കാൻ വേണ്ടി സർക്കാർ തുടങ്ങിയ ഒരു കാര്യമാണ് ഈ കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിന്റെ രൂപവും ഭാവമൊക്കെ മാറി. പണ്ട് ഒരു 10-200 സ്കൂൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതെല്ലാം കുട്ടികളില്ലാതെ കൂട്ടി ലാസ്റ്റിക്ക് ഒരു 84 സ്കൂളെ നിലവിൽ കേരളത്തിലുള്ളൂ. അപ്പൊ അതില് ആണ് ഞാൻ ജോലി ചെയ്യുന്നത്. ഞാൻ കണ്ണൂർ ജില്ലയിൽ PSC എഴുതി, ഒറ്റ ഒഴിവിലായിരുന്നു. ആ PSC എഴുതി അതിൽ കയറിയിട്ട് 5 വർഷം കണ്ണൂര് ജോലി ചെയ്തു, വളപട്ടണം. അവിടെ ഒരു ഉണ്ട്, പള്ളിക്കുന്നും കോളനി ഉണ്ട്. ആ കോളനിയില് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ നിലമ്പൂരേക്ക് ട്രാൻസ്ഫർ ആയി. അതിൽ കയറി. അത് ഞാൻ പറഞ്ഞത് എനിക്ക് ഡോക്ടറോട് ഞാൻ അങ്ങനെ ഒരു കാരണം പറയുമ്പോൾ ഡോക്ടർ പറയുന്നത് അങ്ങനെയല്ല, നമുക്ക് എല്ലാവരും ഇത്രയും കാര്യങ്ങൾ ഡോക്ടർ കൈകാര്യം ചെയ്യുന്നുണ്ട്. അല്ല, കുഴപ്പമില്ല. കാരണം കേരളത്തിലുള്ള ഒരു പ്രീ പ്രൈമറി ടീച്ചർ ലോകത്തിൽ വലിയ തിരക്കുള്ള ഒരാളാന്ന് അറിയുന്നതിൽ സന്തോഷമുണ്ട്. അവർക്ക് വേറെ സമയമൊന്നുമില്ല എന്നൊക്കെ അറിയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഇപ്പം ഈ പ്രീ പ്രൈമറി സ്കൂളിലും അല്ലേ? പ്രീ പ്രൈമറി ആണോ? അവരെന്റെ അടുത്ത് സംസാരിക്കേണ്ടത് ഗ്രാൻഡ് മാ ചൈൽഡ് കെയർ ശിക്ഷാ ഗുരുകുലം എന്ന് പറഞ്ഞ ഡോക്ടർ TPSന്റെ കൺസെപ്റ്റ് എന്താണ്, എങ്ങനെ എന്റെ മക്കളെ, എത്ര വയസ്സ് വരെയുള്ള കുട്ടികളാണ് നിങ്ങളുടെ കൂടെ നിങ്ങൾ പഠിപ്പിക്കുന്നത്? ഏജ് 3 to grade 3. ഏജ് 3 to grade 3, നഴ്സറി മുതൽ 3ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കുള്ള എങ്ങനെ പഠിപ്പിക്കണം എന്നുള്ളതിനെ കുറിച്ച് റിസർച്ച് നടത്തി 3 ബുക്ക് എഴുതി, അവരുടെ സൈക്കോളജിയെ കുറിച്ചും ഇതൊക്കെ എഴുതിയിട്ടുള്ള ആളാണ് ഞാൻ. അതൊന്നും ടീച്ചർ ബോധടാവരുത്. എൻ്റെ ഒരു മോൻ VLSI പഠിക്കണോ വേണ്ടയോ? ഇങ്ങനെയാണോ ടീച്ചർമാർ വേണ്ടത്? ഈ ടീച്ചർമാർ ഇങ്ങനെ ആവുന്നത് കൊണ്ടാണ് അത് എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രൊഫസർ ആയാലും നഴ്സറി പഠിപ്പിക്കുന്ന ടീച്ചർ ആയാലും അവനവന്റെ കുട്ടീന്റെ കാര്യമല്ലാണ്ട് പൊതുജനത്തിന്റെ കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കാൻ തോന്നിയാൽ കേരളം നന്നാവും. അപ്പൊ അതുകൊണ്ട് ഡോക്ടർ TPSന്റെ A to Z ഓഫ് ഏജ് 3 to grade 3 എഡ്യൂക്കേഷൻ, ഗ്രാൻഡ് മാ ചൈൽഡ് കെയർ ശിക്ഷാ ഗുരുകുലം, എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം. നിങ്ങളുടെ നിലമ്പൂർ വന്നിട്ട് 10 ദിവസം താമസിച്ച് നിങ്ങളുടെ പിള്ളേരെ ഞാൻ പഠിപ്പിച്ച് കാണിച്ചു തരാം എങ്ങനെ പഠിപ്പിക്കണം. നിങ്ങൾ ഈ ചെയ്യുന്ന മഹാ അപരാധങ്ങളൊക്കെ നിർത്തി മക്കളെ നല്ല ബ്രില്യൻ്റ് ആക്കിയിട്ട് പഠിപ്പിക്കാനുള്ള ശ്രമം നടത്തും. അപ്പോൾ അവര് ഈ +2 ഒക്കെ കഴിയുമ്പോൾ ഇങ്ങനെ ഒരാളോടും ചോദിക്കാതെ അവര് തന്നെ പറയും എനിക്ക് ഇന്നതാണ് വേണ്ടത്. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ മക്കൾക്ക് ഉണ്ടാവാൻ കാരണം 12ാം ക്ലാസ് കഴിയുമ്പോഴും എന്താ എനിക്ക് പഠിക്കേണ്ടതെന്ന് എനിക്കറിയില്ല, അമ്മ ആരോടെങ്കിലും ചോദിച്ച് കണ്ടുപിടിച്ച് എന്നോട് പറഞ്ഞതാ. അങ്ങനെയല്ലല്ലോ വേണ്ടത്. മക്കൾക്ക് ആ ബോധം ഉണ്ടാക്കല്ലേ നമ്മളെ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം. 7ാം ക്ലാസ് വരെ ലോകത്തെക്കുറിച്ചും എനിക്ക് ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ചും കൃത്യമായി പഠിക്കാനുള്ള വിദ്യാഭ്യാസവും 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ അബ്സ്ട്രാക്ട് നോളജും പഠിപ്പിക്കുന്നത് നാളെ ഏത് പാത്തിലൂടെ പോയാൽ എനിക്ക് നന്നാവാം എന്ന് തീരുമാനിക്കുന്ന സ്വയം ബോധം ഉണ്ടാക്കാനാണ്. അതുണ്ടാവുക വേണ്ടത്. മക്കളെയൊക്കെ അങ്ങനെ ഇൻഡിപെൻഡന്റ് ആക്കാൻ പഠിക്കേണ്ടത് അതല്ലേ വേണ്ടത്. എന്റെ കുട്ടിയെ ഇന്നലെ തിരുവനന്തപുരത്ത് 12ാം ക്ലാസ്സിലെ ഒരു പെൺകുട്ടി ഞാനുമായിട്ട് ഡിസ്കസ് ചെയ്ത സമയത്ത് ചോദിച്ച ചോദ്യങ്ങളും അതിന് ഞാൻ കൊടുത്ത മറുപടിയും ആ കുട്ടിയുടെ ഒരു മച്യൂരിറ്റിയും എൻ്റെ ഓരോ വീഡിയോന്റെ കീഴിലും ആ കുട്ടി എഴുതിയിട്ടുള്ള കമന്റ്സും, ഞാൻ ഇംഗ്ലീഷിലാണോ മലയാളത്തിലാണോ നിങ്ങടാ ചോദിക്കണേ എന്നോട്, ഞാൻ അങ്ങടല്ല. ഇപ്പൊ എന്തേന്ന് ചോദിച്ച സമയത്ത് ഐ പ്രിഫർ മലയാളം. തിരുവനന്തപുരത്ത് സാധാരണ വീട്ടിൽ പഠിച്ചിട്ടുള്ള, സാധാരണ സ്കൂൾ പഠിച്ചിട്ടുള്ള ഒരു കുട്ടി ഐ വാണ്ട് ടു ഇന്റർവ്യൂ ഇൻ ഇംഗ്ലീഷ് എന്ന് ഇങ്ങോട്ട് പറയാണ്. മനസ്സിലായോ? ആ ഒരു കുട്ടിയുടെ മച്യൂരിറ്റി ഇന്ന് അതിനകത്ത് കുറെ പേര് എഴുതിയിട്ടുണ്ട്. ഈ കുട്ടി ചോദിച്ച ചോദ്യങ്ങൾ എല്ലാ പ്രായത്തിലുള്ളവരും അറിയേണ്ട കാര്യമാണല്ലോ എന്ന് അതിനകത്ത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് പലരും. ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. നമുക്ക് സമയമില്ല എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററെക്കാളും തിരക്കുള്ള ആളാണോ നിലമ്പൂരിൽ ചെറിയ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ? അതുകൊണ്ട് സമയമില്ല എന്നൊക്കെയുള്ള എക്സ്ക്യൂസ് അമ്മ പറഞ്ഞാല് അമ്മയുടെ ബയോറിതം മക്കളിലേക്ക് ഓടും. ബയോറിതം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ ഇമോഷണൽ, ഇന്റലക്ച്വൽ, സോഷ്യൽ, സ്പിരിച്വൽ, ഫിസിക്കൽ ആ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് കുട്ടികളിലേക്ക് പകരും.
അവരെ ഇൻഡിപെൻഡന്റ് ആക്കാനും അവരെ ഇതൊക്കെ കണ്ടു പഠിക്കാനും ഒക്കെയുള്ളൊരു ഒരു എബിലിറ്റി ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ദേ ബിക്കം ഗ്രേറ്റ്. അപ്പൊ അവരെന്നെ പറയും ഞാൻ പഠിച്ചിട്ടുണ്ട്, VLSI ഈസ് നോട്ട് ഗുഡ് എന്ന് പറയും. അതല്ലെങ്കിൽ എന്ത് പറ്റും വെച്ചാൽ നമ്മൾ എഞ്ചിനീയറിംഗ് കോളേജൊക്കെ പോയിട്ട് പിള്ളേരോട് എന്തിനാ ഈ സബ്ജക്ട് സിവിൽ എഞ്ചിനീയറിംഗ് എടുത്തതെന്ന് ചോദിക്കുമ്പോൾ ഉമ്മ പറഞ്ഞിട്ട്, അപ്പൊ ഞാൻ ചോദിക്കും ഉമ്മ സിവിൽ എഞ്ചിനീയർ ആണോ? അല്ല, അടുത്ത വീട്ടിലെ അയൽവാസി സിവിൽ എഞ്ചിനീയർ ആണ്, അവര് വലിയ വീട് വെച്ചിട്ടുണ്ട്, അതേപോലെ എനക്കും വെക്കണം. ഇങ്ങനെയാണോ ഒരാൾ ഒരു സബ്ജക്ട് സെലക്ട് ചെയ്യേണ്ടത്? അപ്പൊ അതുകൊണ്ട് കുറച്ചും കൂടി ഒരു ഔട്ട്ലുക്ക് ഉള്ള, ഗ്ലോബൽ വ്യൂ ഉള്ള, നോളജ് ഉള്ള, സിലബസ് നോക്കിയാൽ പറ്റും. ഇതെല്ലാം സിലബസ് അവൈലബിൾ അല്ലേ? ഏതെങ്കിലും ഒരു കോളേജിൽ പോയി ആ മാഷന്മാർക്ക് അവരുടെ ഡിപ്പാർട്ട്മെന്റിൽ ആളെ കിട്ടണമെന്നല്ലേ അവർ തോന്നുക. അല്ലെങ്കിൽ ഏത് കോളേജ്, ഇപ്പം ബയോമെട്രിക് എന്നൊക്കെ പറഞ്ഞിട്ട് സൈക്കോമെട്രിക് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ടെസ്റ്റ് ഉണ്ട്. എബ്രോഡിലൊക്കെ 10ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞാൽ ടെസ്റ്റ് ചെയ്തിട്ട് നിനക്ക് കൊമേഴ്സേ പഠിക്കാൻ പറ്റുള്ളൂ, സയൻസ് പഠിക്കാൻ പറ്റില്ല. എന്തിനാ സ്കൂൾ അങ്ങനെ പറയുന്ന അറിയോ? കാരണം കൊമേഴ്സിൽ ചേരാൻ ആളില്ല, പുതിയ ബാച്ച് തുടങ്ങിയിട്ടുണ്ട്, അവരെ ചേർക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. എന്നിട്ട് കരഞ്ഞിട്ട് എൻ്റെ അടുത്ത് കാല് പിടിച്ച് എന്തെങ്കിലും ചെയ്യണം, എനിക്കിവിടെ സയൻസ് കിട്ടുന്നില്ല, എന്താ ചെയ്യേണ്ടത്, ഒന്ന് റെക്കമെൻഡ് ചെയ്യോ എന്നൊക്കെ. നമ്മൾ ഈ ദോഹയിലൊക്കെ പോയ സമയത്ത് ചില സ്കൂൾസിലൊക്കെ നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഒന്നും മാനേജ്മെന്റിനോട് പറയുമോ ചേർക്കാൻ? ഞാൻ ഇവിടുത്തെ മാനേജ്മെന്റ് ഒന്നും പറഞ്ഞാൽ തീർക്കില്ല, ഇതൊക്കെ അവരുടെ ഒരു തട്ടിപ്പ് പരിപാടിയാണ്. നിങ്ങൾ പാക്ക് ചെയ്ത് കോട്ടയത്ത് വാ, ഞാൻ നല്ല കോളേജിൽ. അവരിപ്പം MBBS ആയി, സൈക്കോമെട്രിക് ടെസ്റ്റിൽ കൊമേഴ്സേ പഠിക്കാൻ പറ്റുള്ളൂ എന്ന് വിധി എഴുതിയതാണ്.